ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പേൾ സെറ്റിംഗ് മെഷീനുമായിട്ടാണ്. നമ്മൾ സാധാരണ മുത്തൊക്കെ തുണിയിലേക്ക് പിടിപ്പിക്കുന്നത് സൂചി നൂല് അല്ലെങ്കിൽ പശയൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലൊരു പേൾ സെറ്റിംഗ് മെഷീൻ മേടിക്കുക, എളുപ്പമാണ്. പെർഫെക്റ്റായിട്ടും നല്ല കട്ടിക്കും ബലത്തിലും അതിരുന്നുള്ളൂ, ഇളകി പോകത്തൊന്നുമില്ല. ഈ മെഷീൻ മേടിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു റിവറ്റ് അല്ലെങ്കിൽ പിന്ന് കിട്ടും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രൂ ഉണ്ടായിരിക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 5 സ്ക്രൂ ആണ് വരുന്നത്. ആ 5 സ്ക്രൂവും 5 മെഷർമെൻറ്റിലുള്ളതാണ്. 4 mm, 5 mm, 6 mm, 8 mm, 10 mm ഇതാണ് അതിൻ്റെ അളവ്. അതായത് ഓരോ മുത്തിൻ്റെ വലിപ്പം അനുസരിച്ചായിരിക്കും അത് വരുന്നത്. പിന്നെ ഇപ്പം നമ്മൾ അതിൻ്റെ സൈസ് മാച്ചിങ് ബീഡ് നോക്കിയിട്ട് വേണം അത് അതിലേക്ക് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാനായിട്ട്. പിന്നെ ഈ സ്ക്രൂവിൻ്റെ എൻഡിലൊരു പ്ലാസ്റ്റിക് ക്യാപ്പ് ഉണ്ടായിരിക്കും. ആ ക്യാപ്പിലേക്കാണ് നമ്മൾ മുത്ത് വെച്ച് കൊടുക്കേണ്ടത്. ബീഡിൻ്റെ സൈസ് ആദ്യം നോക്കുക, അതിനുശേഷം നമ്മൾ സ്ക്രൂ സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളണ്ടാ കാണിച്ചിരിക്കുന്ന പോലത്തെ ഈ സ്ക്രൂ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മെറ്റൽ ഉണ്ടായിരിക്കും അതിനടിയിൽ. ആ മെറ്റൽ അതിനകത്തോട്ട് നമ്മൾ ഈ സ്ക്രൂ കയറ്റി നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. സ്ക്രൂ നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഏത് മുത്താണോ ആ മുത്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. പിന്നെ അതിന് ശേഷം അതിൻ്റെ താഴെ ചെറിയൊരു ഹോളും കൂടെ ഉണ്ടായിരിക്കും. അതിൻ്റെ അകത്തോട്ട് നമ്മൾ ആ റെവിറ്റ് വെച്ച് കൊടുക്കുക. റെവിറ്റിൻ്റെ ആ മുള്ളും പോലത്തെ വശം മേലേക്ക് വരണം, തിരിഞ്ഞു പോകരുത്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ക്ലോത്തിലേക്കാണോ മുത്ത് പിടിപ്പിക്കേണ്ടത് ആ ക്ലോത്ത് എടുക്കുക. എന്നിട്ട് ഈ സ്ക്രൂവിൻ്റെയും റെവിറ്റ് വെച്ചിരിക്കുന്നതിൻ്റെ നടുക്കായിട്ടുള്ള സ്പേസിലേക്ക് അത് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ചെറിയൊരു ഹാൻഡിൽ പോലൊരു സാധനം ഉണ്ടായിരിക്കും. അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ റെവിറ്റ് ആ മുത്തിനകത്തോട്ട് കയറി നല്ലപോലെ പ്രസ്സായിട്ടിരിക്കും. നല്ല നീറ്റായിട്ടിരിക്കും. അതുപോലെ നല്ല ബലവുമായിരിക്കും, ഇളകിപ്പോരത്തൊന്നുമില്ല പെട്ടെന്നൊന്നും. ഇത് ഞാൻ മേടിച്ചത് മീഷോയിൽ നിന്നാണ്. അപ്പോൾ ഇത് പേൾ സെറ്റിംഗ് മെഷീൻ എന്ന് അടിച്ചു കൊടുത്താൽ മതി, അതിൻ്റെ ഡീറ്റെയിൽ വരും. ആവശ്യമുള്ളവർ വാങ്ങുക. പിന്നെ ഇത് ഉപയോഗത്തിന് ശേഷം ആ സ്ക്രൂ അഴിച്ച് മാറ്റി വെക്കണേ. ഇല്ലെന്നുണ്ടെങ്കിൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ ക്യാപ്പ് ഇരുന്ന് ചിലപ്പോൾ അമങ്ങി അത് മുറിഞ്ഞു പോകാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് അത് ഉപയോഗത്തിന് ശേഷം അഴിച്ച് മാറ്റി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.